Hi, good morning, one and all. Again, welcome back to our video lesson. We are discussing last video about global need for global as accounting standard. Today we are discussing actually international accounting standard. What is international accounting standard? So, go to the international accounting standard. We know that accountants all over the world, those are practicing accounting all over the world, develop certain rules, procedures, and convention to avoid different accounting procedures and practices followed by accountant. ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ലോകത്ത് വിവിധ സ്ഥലങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന അക്കൗണ്ടന്മാർ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരൊരു ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ചില കൺവെൻഷൻസ് ഡെവലപ്പ് ചെയ്തു. അത് എന്തിനു വേണ്ടി ചോദിച്ചാൽ ടു അവോയ്ഡ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സ് പ്രാക്ടീസസ് ഫോളോഡ് ബൈ അക്കൗണ്ടൻസ് ഇൻ ഓൾ ഓവർ ദ വേൾഡ്. ഒരു ലോകം മൊത്തം വ്യത്യസ്തമായുള്ള പ്രാക്ടീസസും അതേപോലെ പ്രൊസീജിയേഴ്സുമാണ് എന്ത് ചെയ്യുന്നത് ഈ ലോകത്തിലെ വിവിധ അക്കൗണ്ടന്മാർ ഫോളോ ചെയ്തു. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ അക്കൗണ്ടന്മാർ ചേർന്നുകൊണ്ട് എന്ത് ചെയ്തു, ഒരു പുതിയ റൂൾസ് റെഗുലേഷൻസ് കൊണ്ടുവന്നു. ഇതിനാണ് ആദ്യമായിട്ട് എന്താ പറയുക ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ഒരു പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം. ഈ റൂൾസ് റെഗുലേഷൻസ് കൺവെൻഷൻസ് നമ്മൾ പറഞ്ഞ GAP എന്നാണ്, GAAP, ഗ്യാപ്പ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഇതായിരുന്നു ശരിക്കും ഇത് സെർട്ടൻ റൂൾസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. ഇതിന് പക്ഷേ ഇതിലെന്ത് ബട്ട് ദിസ് പെർമിറ്റ്സ് എ നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ് ഫോർ സെയിം ഐറ്റം. ഇതിലെന്ത് പറ്റിയെന്ന് വെച്ചാൽ ചില കേസുകളിൽ നമുക്ക് ചില സെയിം ഐറ്റത്തിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പെർമിറ്റ് ചെയ്തിരുന്നു. ഒരേ ഐറ്റത്തിന് ഇപ്പം എങ്ങനെ പറയുന്നത് വെച്ചാൽ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതേപോലെ ചിലപ്പോൾ എന്താ പറയുക അത് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ലിഫോ ഫിഫോ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഇങ്ങനെ. അല്ലെങ്കിൽ ഇപ്പോൾ ക്യാപിറ്റൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഫോർ എക്സാമ്പിൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ ക്യാപിറ്റൽ എങ്ങനെ ആണ് ട്രീറ്റ് ചെയ്യേണ്ടത്, ഡ്രോയിങ്സ് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ഡ്രോയിങ്സ് ഇൻ കൈൻഡ് എങ്ങനെ ട്രീറ്റ് ചെയ്യാം. ഇങ്ങനെ ഡിഫറെൻറ്റ് ഐറ്റത്തിന് സെയിം ഐറ്റത്തിന് ഡിഫറെൻറ്റ് ടൈപ്സിൽ എന്ത് ചെയ്യാം ട്രീറ്റ്മെൻറ്റ്സ് ഇത് പെർമിറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ എന്തോ ഒരു ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ there was a need to harmonize and standardize the diverse accounting policies and practices. അപ്പോൾ ഇത് ഗ്യാപ്പ് എന്ന് പറയുന്നത് വന്നു, GAAP, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വന്നു. പക്ഷേ അത് ആ ഗ്യാപ്പിൽ തന്നെയുള്ള ഒരു പ്രധാന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സെയിം ഐറ്റത്തിന് ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് എന്ത് ചെയ്യാൻ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒരു ഹാർമോണൈസ് ചെയ്യുക, മീൻസ് ഈ ഐറ്റത്തിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസിനൊക്കെ ഈ കൂട്ടി യോജിപ്പിക്കുക, സംയോജിപ്പിച്ചിട്ടുകൊണ്ട് എന്ത് ചെയ്യാം ഡൈവേഴ്സ് ആയിട്ടുള്ള പ്രാക്ടീസ് ഒഴിവാക്കേണ്ട ഒരു ആവശ്യം വന്നു. ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരു ഐറ്റത്തിനെ ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിലാണോ എന്നില്ല മറ്റേ സ്ഥാപനത്തിൽ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഡിവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഉണ്ട്. ഈ ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസും പ്രാക്ടീസും നമുക്ക് ഒഴിവാക്കണം എന്ന് ഒരു ചിന്ത ഈ ലോകത്തിലുള്ള പല പല അക്കൗണ്ടന്റ്മാരിൽ നിന്നും പല പല ഏജൻസിയിൽ നിന്നും ബോഡീസിൽ നിന്നും എന്ത് ചെയ്തു വരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലാണ് പിന്നീട് വരുമ്പോഴാണ് നോക്കുകയാണ് ഫോർ ഹാർമണൈസേഷൻ ആൻഡ് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് at the international level. The International Accounting Standard Committee IASE was established in 1973. ഇത് ഹാർമണൈസ് ചെയ്യാന്നൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യും, ഇന്റർനാഷണൽ ലെവലിൽ ഇതിനെ ഹാർമണൈസ് ചെയ്യണം എന്നൊരു പോയിന്റിൽ എന്ത് ചെയ്തു, ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി IASE എന്ന് പറയുന്നൊരു സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്തു 1973. Later this came to known as ISB, International Accounting Standard Board. പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം ഇതിനെ എന്ത് ചെയ്തു, റീനെയിം ചെയ്തിട്ട് ISB എന്ന് പറയുന്ന ഒരു സ്ഥാപനമാക്കിയിട്ട് മാറി. ഇപ്പോൾ അത് ISB ആയിട്ടാണ് നിൽക്കുന്നത്.
It come up with a conceptual framework to develop accounting standards, review accounting standards for reducing number of alternative accounting treatment permitted and assist development of national accounting standard. അപ്പോൾ IAC വന്നു. IAC ഇത് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. IAC 1973 വന്നത്. അപ്പോൾ അത് വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് കെയിം വിത്ത് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ടു ഡെവലപ്പ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഫ്രെയിംവർക്കാണ് എന്ത് ചെയ്യുന്നത് IACയിലൂടെ കൊണ്ടുവരുന്നത്. റിവ്യൂ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർ റെഡ്യൂസിങ് നമ്പർ ഓഫ് ആൾട്ടർനേറ്റീവ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് പെർമിറ്റഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു റിവ്യൂ ചെയ്യപ്പെടും, മീൻസ് സെയിം ആയിട്ട് തന്നെ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് പെർമിറ്റ് ചെയ്തിരുന്നു. അതിനെപ്പറ്റി എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അപ്പോൾ ഇതിന് എന്ത് ചെയ്യുക, ഒരുപാട് ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ഏതാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്ത് കൊണ്ടുവരിക. ആൻഡ് അസിസ്റ്റ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് നാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓരോ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള നാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യാൻ ഇവർ എന്ത് ചെയ്തു, അസിസ്റ്റ് ചെയ്തിരുന്നു. The object of ISB is to ensure uniformity in financial reporting at a global level. The objective of ISB, the objective of ISB എന്ന് പറയുന്നത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു എൻഷുർ യൂണിഫോമിറ്റി ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അറ്റ് ഗ്ലോബൽ ലെവൽ. ലോകത്തെമ്പാടുമുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, സാമ്പത്തികപരമായിട്ടുള്ള റിപ്പോർട്ടിങ്ങിന് എന്ത് ചെയ്യുക, യൂണിഫോമിറ്റി കൊടുക്കുക എന്നുള്ളതായിരുന്നു. The concept of development and establishment of international accounting standard. International accounting standardന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ലോകം മുഴുവൻ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വരണം എന്നൊരു കോൺസെപ്റ്റ് എമേർജ് ചെയ്യുന്നത് ഫസ്റ്റ് ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് അക്കൗണ്ടൻസ് ആണ്. ഫസ്റ്റ് ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് അക്കൗണ്ടൻസ് ഹെൽഡ് അറ്റ് സെന്റ് ലൂയിസ് ഇൻ 1904. 1904 നടന്നിട്ടുള്ള ഒരു ഇന്റർനാഷണൽ അക്കൗണ്ടന്റ് കോൺഗ്രസ് ഉണ്ട്. അതായത് ഇന്റർനാഷണൽ കോൺഗ്രസ് ഓഫ് അക്കൗണ്ടന്റ്മാരുടെ ഒരു ഇന്റർനാഷണൽ സമ്മേളനം. ഈ സമ്മേളനത്തിൽ നിന്നാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരു ഇന്റർനാഷണൽ ലെവലിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വേണം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫോർമൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് were developed in US 1930s. 1930കളിലാണ് എന്ത് ചെയ്യുന്നത്, 1930s US-ലാണ് ആദ്യമായിട്ട് ഒരു ഫോർമൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം 1930s ഡെവലപ്പ് ചെയ്തെങ്കിലും പക്ഷേ ഇതിനെന്ത് ചെയ്തില്ല, അവരത് മാൻഡേറ്ററി ആയിട്ട് അല്ലെങ്കിൽ ശരിക്കും എന്താ പറയുക, ഒരു കമ്പനികൾ ഇത് ഫോളോ ചെയ്യണം മാൻഡേറ്ററി എന്ന് പറയുന്ന ഒരു കേസിലൊന്നും അവർ പോയിട്ടില്ല. മീൻസ് കമ്പനികൾ എല്ലാവരും പിന്നീടുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു 1930s ഗ്രേറ്റ് ഡിപ്രഷൻ ആയിരുന്നു. ഈ ഇഷ്യൂ കാരണമായിരിക്കാം അവർ അത്രത്തോളം എന്ത് ചെയ്തില്ല, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്തില്ല. പിന്നെ അറ്റ് പ്രസന്റ് 41 accounting standards and 8 international financial reporting standards are fixed by IASB. ഇപ്പോൾ നമുക്ക് 41ഓളം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതേപോലെ 8 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് IASB. അത് മാറിക്കൊണ്ടേയിരിക്കും. മീൻസ് അവർ ഓരോ വർഷത്തിലോ അല്ലെങ്കിൽ ഓരോ സമയത്തിനും എന്ത് ചെയ്യും, പുതിയ പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. IASB അല്ലേ. നെക്സ്റ്റ് വൺ പറയുന്നത് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി IAC. ഇതാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത്. ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സെക്കൻഡ് പറയുന്നതെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പല ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്താ പറയുക, യുണൈറ്റഡ് നാഷൻസ് ഉണ്ട്, യൂറോപ്യൻ യൂണിയൻസ് ഉണ്ട്, ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫൗണ്ടേഷൻ ഉണ്ട്, ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫൗണ്ടേഷൻ, ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് IASB, അത് നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യും IASB. ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് FASB. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ
ബോഡീസ് ഇതെല്ലാം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുന്നതിനും അതിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണെന്ന് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം, IASB-യും FAB-യും. FASB അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്, FASB. ഇത് രണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് കേസസ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന അതിൽ വരുന്നതാണ് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ IASB പറഞ്ഞു, ഇതാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് IASB ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി. ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഫോർ the purpose of maintaining uniformity in accounting principles throughout the world. IAC came into force on 29th June 1973. അപ്പം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പർപ്പസ് അല്ലെങ്കിൽ ലക്ഷ്യം അല്ലെങ്കിൽ എന്താ പറയുക ആവശ്യം എന്ന് പറഞ്ഞു തരുന്നത്, മെയിൻറ്റെയിനിങ് യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ത്രൂ ഔട്ട് ദ വേൾഡ്. മെയിൻറ്റെയിനിങ് യൂണിഫോമിറ്റി, എല്ലാവരും ലോകത്തിലുള്ള എല്ലാ കമ്പനികളും ഒരേപോലെ എന്ത് ചെയ്യുക, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രാക്ടീസ് നടത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് IAC വരുന്നത്. 29th June 1973 വരുന്നത്. IAC the outcome of 1972 വേൾഡ് അക്കൗണ്ടിങ് കോൺഗ്രസ്. വേൾഡ് അക്കൗണ്ടിങ് കോൺഗ്രസിന്റെ ഒരു ഔട്ട്കം ആയിട്ടാണ് IAC പറയുന്നത്. പക്ഷേ അതിനൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ഉണ്ടായിരുന്നത്, മറ്റൊരു സർക്കിൾ എന്ന് പറയുന്നത് അക്കൗണ്ടൻസ് ഇന്റർനാഷണൽ സ്റ്റഡി സർക്കിൾ, സ്റ്റഡി ഗ്രൂപ്പ്, അക്കൗണ്ടൻസ് ഇന്റർനാഷണൽ സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു 1967. അതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ആ ഒരു സമയങ്ങളിലുള്ള മാൽ പ്രാക്ടീസസ് ആയിരുന്നു, അക്കൗണ്ടിങ്ങിലുള്ള ഭയങ്കരമായിട്ടുള്ള മാൽ പ്രാക്ടീസും ഇൻക്രീസിങ് ഫെയിലിയർ ഓഫ് ബിസിനസ് യൂണിറ്റ്. അങ്ങനെ ഈ ഒരു കൂടുതലായിട്ടുള്ള ബിസിനസ് യൂണിറ്റ് ഒക്കെ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി, വലിയ തോതിൽ ഫെയിലിയർ ആവാൻ തുടങ്ങി, ബിസിനസ് യൂണിറ്റ് തകരാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകതയിലാണെന്ന് പറയുന്നത്, ആ ഒരു സമയത്താണ് നമുക്ക് സ്റ്റാൻഡേർഡൈസ്ഡ് അക്കൗണ്ടിങ് പ്രാക്ടീസ് വേണമെന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടൻസ് ഇന്റർനാഷണൽ സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി 1967. അപ്പോൾ അവരാണെന്ന് പറയുന്നത് അതിൻ്റെ ഈ IAC-യുടെ തൊട്ട് മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂണിഫോമിറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് IAC 1973 വരുന്നത്. അപ്പോൾ IAC വരാനുള്ള ഈ റീസൺ ആണ് നമ്മൾ പറയുന്നത് ഔട്ട്കം എന്ന് പറയുന്നത് 1972 വേൾഡ് അക്കൗണ്ടിങ് കോൺഗ്രസ്. അതിൻ്റെ ഒരു ഇൻഫോർമൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു ബിറ്റ്വീൻ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ആൻഡ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ്. നമുക്കറിയാം ഇവരാണ് അക്കൗണ്ടിങ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിൻ്റെ ഡെഫിനിഷനൊക്കെ പഠിച്ചപ്പോൾ അപ്പോൾ ഇവർ പ്രധാനമായിട്ട് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ്, ഇംഗ്ലണ്ടിലെയും അതേപോലെ വെയിൽസിലെയും ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവരാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇൻഫോർമൽ മീറ്റിങ്ങിലൂടെയാണ് എന്ത് പറയുന്നത് വേൾഡ് അക്കൗണ്ടിങ് കോൺഗ്രസ് 1972 ഇവരൊരു ഇൻഫോർമൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർനാഷണൽ ലെവലിൽ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ആവശ്യമുണ്ടെന്ന് പറയുന്നത്. The committee's secretariat and headquarters are situated at London. ഈ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റും അതേപോലെ ഹെഡ്ക്വാർട്ടേഴ്സും എവിടെയാണ്, ലണ്ടനിലാണ് സ്ഥിതി ചെയ്യുന്നത്. The agreement to form IAC was signed by 16 accounting bodies from 9 nations. 16ഓളം അക്കൗണ്ടിങ് ബോഡീസ്, അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള 16 ബോഡീസ് അക്കൗണ്ടിങ് ബോഡീസ് ആണ് എന്ത് ചെയ്ത് 9 രാജ്യങ്ങളിൽ 16ഓളം അക്കൗണ്ടിങ് ബോഡീസ് ആണ് എന്ത് IAC-യുടെ ഉണ്ടാക്കണം എന്ന് പറയുന്ന അഗ്രിമെന്റ് എന്ത് ചെയ്യുന്നത് സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് പിന്നീട് എന്താ പറയുക റിവൈസ്ഡ് അഗ്രിമെന്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് സൈൻഡ് ഇൻ നവംബർ 1982. 1982 ഇതിന്റെ ഈ ഒരു അഗ്രിമെന്റ് റിവൈസ്ഡ് അഗ്രിമെന്റും അതേപോലെ ഇതിന്റെ ഭരണഘടന എന്ത് ചെയ്തു 1982 നവംബറിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത്
These 9 nations are USA, Canada, UK, Australia, France, Germany, ജപ്പാൻ, നെതർലാൻഡ്സ് ആൻഡ് മെക്സിക്കോ. ഇതിലുണ്ടായിരുന്ന 9 രാജ്യങ്ങൾ, ഈ 9 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടുള്ളത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ഓഫ് കമ്മിറ്റി എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് കമ്മിറ്റി വാസ് ടു ഫോർമുലേറ്റ് ആൻഡ് പബ്ലിഷ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടു പ്രൊമോട്ട് ദെയർ വേൾഡ് വൈഡ് ആക്സെപ്റ്റൻസ് ആൻഡ് observance so that the accounting standards in different countries are harmonized. ഇതിൻ്റെ ഒരു പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോം ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റീവ് ഇതായിരുന്നു. ടു ഫോർമുലേറ്റ് ആൻഡ് പബ്ലിഷ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുകയും ഡെവലപ്പ് ചെയ്യുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യാം. ആൻഡ് ടു പ്രൊമോട്ട് ദെയർ വേൾഡ് വൈഡ് ആക്സെപ്റ്റൻസ് ആൻഡ് ഒബ്സർവൻസ്. അവരുടെ വേൾഡ് വൈഡ് ലോകം മുഴുവൻ എന്ത് ചെയ്യാം, IASയുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ആക്സെപ്റ്റൻസ് പ്രൊമോട്ട് ചെയ്യാം. സോ ദാറ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ആർ ഹാർമണൈസ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വ്യത്യസ്തമായുള്ള രാജ്യങ്ങളിലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഹാർമണൈസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിലൊരു പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവരെ പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെയാണ് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഒരു പെർട്ടിക്കുലർ ഏരിയ സെലക്ട് ചെയ്യും അല്ലേ. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ first issue exposure draft on selected topic on accounting and invite comment from professional bodies, security markets, regulatory agencies etc. അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആവശ്യമുണ്ട് എന്ന് കാണുമ്പോൾ അവരെന്ത് ചെയ്യും, ആ ഒരു മേഖലയെ പറ്റി നന്നായി തറവായിട്ട് സ്റ്റഡി ചെയ്തിട്ട് അതുമായിട്ട് ഒരു എക്സ്പോഷർ ഡ്രാഫ്റ്റ്, ഒരു കരട് രേഖ തയ്യാറാക്കും. എന്നിട്ട് ഇവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊഫഷണൽ ബോഡി, അതായത് അക്കൗണ്ടിങ് ബോഡീസ് ഉണ്ടാവും. ദെൻ സെക്യൂരിറ്റി മാർക്കറ്റ്, ഓരോ രാജ്യങ്ങളിലെ വ്യത്യസ്ത രാജ്യങ്ങളിലെ സെക്യൂരിറ്റി മാർക്കറ്റ്, അവിടെയുള്ള റെഗുലേറ്ററി ഏജൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കമ്പനീസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതേപോലെ RBI ഒരു റെഗുലേറ്ററി ഏജൻസി ആയിരിക്കും, SEBI മറ്റൊരു റെഗുലേറ്ററി ഏജൻസി ആയിരിക്കും. ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള റെഗുലേറ്ററി ഏജൻസി. ഇവർക്കെല്ലാം എന്ത് ചെയ്യും, ഈ ഡ്രാഫ്റ്റ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്, ഇവരെയൊക്കെ കമൻറ്റ് ചെയ്യണം. ആ ഡ്രാഫ്റ്റിന് നമ്മൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ ഡ്രാഫ്റ്റിനെ ചെയ്യണം എന്നുള്ളതൊക്കെ പറയാൻ വേണ്ടി, ഇതിൻ്റെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ റിവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യും. ആഫ്റ്റർ ഒബ്റ്റൈനിങ് കമൻസ് ആൻഡ് സജഷൻ, ദ എക്സ്പോഷർ ഡ്രാഫ്റ്റ് റിവൈസ്ഡ് ആൻഡ് ഇഷ്യൂഡ് as an international accounting standard. അപ്പോൾ ഇവർക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ വൺസ് നമ്മുടെ ഈ പറയുന്ന ഏജൻസിൻ്റെ അടുത്ത് നിന്നൊക്കെ കമൻസും റിവ്യൂസും അതേപോലെ സജഷൻസും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ആ കമൻറ്റ് അല്ലെ സജഷൻ ബേസ് ചെയ്തിട്ട് ഇതിനെ റിവൈസ് ചെയ്യും. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും ആസ് എ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അങ്ങനെ അവർ ഇതിനെന്ത് ചെയ്യും, വീണ്ടും ഒരു ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡായിട്ട് ഇഷ്യൂ ചെയ്യും. പക്ഷേ but they don't have any statutory authority. അവർക്ക് എന്തില്ല, നിയമപ്രകാരമുള്ള എന്തെങ്കിലും തരത്തിലുള്ള അതോറിറ്റി ഒന്നുമില്ല. ഇത് മാൻഡേറ്ററി ആയിട്ട് എല്ലാ കമ്പനിയും ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, എല്ലാ കമ്പനിയും നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് അവരെ ലീഗലൈസ് ചെയ്യാനുള്ള ലീഗൽ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള നിയമപ്രകാരമുള്ള എന്തെങ്കിലും അധികാരമില്ലാത്ത ഒരു കമ്മിറ്റിയാണ് നമ്മൾ പറയുന്നത് IAC. So they won't impose any legal obligation on companies to implement this standard. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇവരെ കമ്പനികളെ ഇമ്പോസ് ചെയ്യാൻ കഴിയില്ല. ഈ സ്റ്റാൻഡേർഡ് തന്നെ ഇവർ ഫോളോ ചെയ്യണം. നിങ്ങൾ മറ്റേതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്ത് ഈ സ്റ്റാൻഡേർഡ് തന്നെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞ് ഇവർക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനത്തെ ഒരു ഇഷ്യൂ ആണുള്ളത്. അതേസമയം നമുക്ക് ഈ കമ്പനി ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ പെർസ്യൂഡ് ചെയ്യും, ഓരോ രാജ്യത്തിലെയും ഓരോ എന്താ പറയുക, അതായത് റെഗുലേറ്ററി ഏജൻസീസിനോട് എന്ത് ചെയ്യും, മോട്ടിവേറ്റ് ചെയ്യും. ഈ ഒരു അല്ലെങ്കിൽ പെർസ്യൂഡ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാൻ വേണ്ടി ഇവർ നിരന്തരം എന്ത് ചെയ്യും, ഇവരെ എങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതൊരു മാൻഡേറ്ററി അല്ല, അല്ലെങ്കിൽ ലീഗൽ ഒബ്ലിഗേഷൻസ് ഒന്നും ഇല്ല. അത് ചില രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് തന്നെ എന്ത് ചെയ്യും, ആ രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡായിട്ട് കാണിക്കും. അത് കുറേ രാജ്യം, മലേഷ്യ പറയും, മാൾവേ, സിംഗപ്പൂർ, സിംബാബ്വെ, പാകിസ്ഥാൻ എക്സെട്ര, ഇങ്ങനെയുള്ള കുറേ രാജ്യങ്ങൾ അവരുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നമ്മുടെ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനായിട്ട് ഫിക്സ് ചെയ്യുകയും ചെയ്യും. സോ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇന്റർനാഷണൽ
നമ്മൾ പറഞ്ഞാൽ എങ്ങനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ചെറിയ ഇത് മാത്രമാണ്. സോ ഇപ്പോൾ നമുക്ക് പ്രസൻ്റ്ലി നമുക്ക് കാണാം ഏകദേശം 41 ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് നിലവിൽ. ആ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് നമ്മൾ പറയുന്നത് IAS 1 പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ IAS 1, then IAS 2 inventories, IAS 3 actually replaced by IAS 27 and 28. അത് മീൻസ് ഇവർ പീരിയോഡിക്കലി ഇത് റിവ്യൂ ചെയ്യുന്നത് കൊണ്ട് ഇതൊരു പ്രോഗ്രസീവായിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ ചില ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇവരെന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും, പുതിയ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരും. ചിലത് എന്ത് ചെയ്യും, വിഡ്രോൺ ചെയ്യും. നോക്കുക, IAS 4 വിഡ്രോൺ ആൻഡ് റീപ്ലേസ്ഡ് ബൈ IAS 16, 22 ആൻഡ് 38. ഇങ്ങനെ 3 IAS ആയിട്ട്. ദെൻ IAS 5 റീപ്ലേസ്ഡ് ബൈ 15, IAS 6 റീപ്ലേസ്ഡ് ബൈ again 15, IAS 7 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, IAS 8 പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി പീരീഡ്, ഫണ്ടമെൻ്റൽ എറേഴ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസീസ്. അതായത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എങ്ങനെ ഡീറ്റെയിലും ചെയ്യാം ഫോർ ദ പീരീഡ്, ഫണ്ടമെൻ്റൽ എറേഴ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് പോളിസി. അക്കൗണ്ടിങ് പോളിസിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ എറേഴ്സോ ഉണ്ടാകുന്ന സമയത്തുള്ള പ്രോഫിറ്റ് ലോസ്. IAS 9 റിസർച്ച് ഫോർ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് വിൽ ബി സപ്രസ്ഡ് ബൈ IAS 38 വിത്ത് എഫക്റ്റ് 1/7/99. 1999 മുതൽ അത് സപ്രസ് ചെയ്താണ് IAS 38 വേണം. ദെൻ IAS 10 ഇവൻറ്റ്സ് ആഫ്റ്റർ ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ബാലൻസ് ഷീറ്റ് ഡേറ്റിൻ്റെ ശേഷമുള്ള ഇവൻറ്റ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാനുള്ളത്. IAS 11 കൺസ്ട്രക്ഷൻ ആൻഡ് കോൺട്രാക്ട്, കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്. ദെൻ IAS 12 ഇൻകം ടാക്സ്, IAS 13 റീപ്ലേസ്ഡ് ബൈ IAS 1. ദെൻ IAS 14 സെഗ്മെന്റ് റിപ്പോർട്ടിംഗ്. IAS 1 റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ IAS 1 ഏതെങ്കിലും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 13 കാര്യങ്ങൾ അത് IAS 1 വന്നിട്ടുണ്ടാവും. ദെൻ 14 സെഗ്മെന്റ് റിപ്പോർട്ട്, ഓരോ സെഗ്മെന്റ് വൈസ് റിപ്പോർട്ട്. ദെൻ 15 ഇൻഫർമേഷൻ റിഫ്ലക്റ്റിംഗ് എഫക്റ്റ് ഓഫ് ചേഞ്ചിങ് പ്രൈസ്. ഇൻഫർമേഷൻ സെഗ്മെന്റ് റിപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ റിഫ്ലക്റ്റിംഗ് ദി എഫക്റ്റ് ഓഫ് ചേഞ്ചിങ് പ്രൈസ്, എഫക്റ്റ് ഓഫ് ചേഞ്ചിങ് പ്രൈസുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ. Then IAS 16 പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്, പ്രോപ്പർട്ടിയും പ്ലാന്റും എക്യുപ്മെന്റുമായിട്ടുള്ള. IAS 17 ലീസ്, IAS 18 റവന്യൂ. ദെൻ IAS 19 എംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, IAS 20 അക്കൗണ്ടിംഗ് ഫോർ ഗവൺമെന്റ് ഗ്രാൻഡ്സ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് ഗവൺമെന്റ് അസിസ്റ്റൻസ്, IAS 21 എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്, IAS 22 എക്കണോമിക് കോമ്പിനേഷൻ, IAS 23 borrowing cost, IAS 24 related party disclosure, IAS 25 accounting for investment, IAS 26 accounting and reporting by retirement benefit plan, IAS 27 consolidated financial statement and accounting for investment in subsidiaries. സബ്സിഡറീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൺസോളിഡേറ്റ് ചെയ്യുന്നത് എങ്ങനെ പ്രസന്റ് ചെയ്യാം. ദെൻ IAS 28 അക്കൗണ്ടിംഗ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ അസോസിയേറ്റ്സ്. 29 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഇൻ ഹൈപ്പർ ഇൻഫ്ലേഷണറി എക്കണോമീസ്. ഹൈപ്പർ ഇൻഫ്ലേഷണറി, വളരെ കൂടുതൽ ഇൻഫ്ലേഷൻസ് ഉള്ള അല്ലെ ഇൻഫ്ലേഷൻസ് ഹൈ ആയിട്ട് സഫർ ചെയ്യുന്ന എക്കോണമിയിലെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എങ്ങനെയായിരിക്കണം. IAS 30 ഡിസ്ക്ലോഷർ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ബാങ്ക്സ് ആൻഡ് സിമിലർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ബാങ്കും അതേപോലെയുള്ള ബാങ്കിങ് ബിസിനസ്സുമായി ചെയ്യുന്നവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഡിസ്ക്ലോഷർ എങ്ങനെയാണ്. Then IAS 31 ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓൺ ഇൻട്രസ്റ്റ് ഇൻ ജോയിന്റ് വെഞ്ചേഴ്സ്. ജോയിന്റ് വെഞ്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയാണ്. IAS 32 ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഡിസ്ക്ലോഷർ ആൻഡ് പ്രസന്റേഷൻ. 33 earning per share EPS. Then 34 interim financial reporting. 35 discontinuing operation നിർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള. 36 impairment of asset. Then 37 provisions contingent liabilities and contingent asset. 38 intangible assets. 39 financial instruments recognition and measurement.
then 40 investment property, then 41 agriculture. ഇത്രയുമാണ് നിലവിലുള്ള നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് വരുന്നത്, ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വരുന്നത്. അപ്പോൾ ഇത് ഓരോ കാലത്തിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൽ മാറ്റങ്ങൾ വരും, പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആഡ് ചെയ്യും, അതേപോലെ ചില സ്റ്റാൻഡേർഡ്സ് റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, പുതിയ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ പുതിയ റൂള് പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യും, കണ്ടന്റ് ആയിട്ട് ആഡ് ചെയ്യണം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതാണ് ഇപ്പം നിലവിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. സോ ഈ ഒരു വീഡിയോ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്, അതേപോലെ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി IAC എന്താണ്, ദെൻ അവർ എന്തെല്ലാമാണ് അല്ലെങ്കിൽ ഏതെല്ലാം ആണ് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഇഷ്യൂ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇത്രയുമാണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ 41 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇവർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇവരെങ്ങനെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, എന്താണ് ഇവരുടെ ഒറിജിൻ, അതേപോലെ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്തെല്ലാമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഈ ഒരു വീഡിയോയിൽ. അതുകൊണ്ട് ഇതെല്ലാം എന്ത് ചെയ്യാം, കവർ ചെയ്യാം. ഇതൊന്നുകൂടി പറഞ്ഞ പോലെ അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യാം, ഇതിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഓക്കെ, എല്ലാം പ്രിപ്പയർ ചെയ്യാൻ നന്നായിട്ട് വീഡിയോ മുഴുവൻ കണ്ടിട്ട് എന്താണ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ബൈ.